റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം, അവിടുത്തെ തിരുവഫാത്തിന് ശേഷം ആരായിരുന്നു ഭരണം കൈയാളേണ്ടിയിരുന്നത്? പിൽക്കാലത്ത് ഷിയാക്കൾ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണം കഴിഞ്ഞുപോയി അലിയാർ തങ്ങളിലേക്ക് എത്തി അവിടുത്തെയും ശേഷം ആരായിരുന്നു ഭരണം നേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കച്ചറയും തർക്കവും ഈ ഉമ്മത്തിൽ ഭിന്നതയും അവർ സൃഷ്ടിക്കുന്നു. ഇതിന് കാരണക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതനാണ്. നമ്മളും ഷിയസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം ഖിലാഫത്ത് ആര് വഹിക്കണം എന്നതിനെ കുറിച്ചാണ്. ഷിയസത്തിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് സമയാനുസരണം നമുക്ക് പറയണം. അതിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇലാഹാണെന്ന് പറഞ്ഞ ആളുകൾ പോലും ഉണ്ട്, വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും. അവർക്ക് പ്രചോദനം ഈ വാദവുമായി ആദ്യം വന്ന അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതനായിരുന്നു. അലിയാർ തങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെ സമൂഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വത്തിന് അർഹനല്ലെന്ന് വാദിച്ചവർ പോലും ഉണ്ട്. ഖുറാബിയാക്കൾ എന്നാണ് അവരുടെ പേര്. കാക്കക്കാര്. കാക്ക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കാക്കയെയും വേറൊരു കേക്കയെയും തിരിച്ചറിയാൻ കഴിയില്ല. കാക്ക എന്ന് പറഞ്ഞാൽ ഈ പറക്കുന്ന പക്ഷിയെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കാക്കനെ 3 കാക്കനെ 4 കാക്കനൊക്കെ നമ്മൾ ഒന്നിച്ച് കണ്ടാൽ പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ ഇത് ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത്രക്ക് സാമ്യമുള്ള ജന്തുക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാർ തങ്ങളും അങ്ങനെയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. റസൂൽ തങ്ങളെ കണ്ടാൽ അലിയാരാണെന്നും അലിയാരെ കണ്ടാൽ റസൂൽ തങ്ങളാണെന്നും തോന്നിപ്പോകും. അത്രക്ക് സാമ്യമായിരുന്നു എന്നാണ്. സത്യത്തിൽ അങ്ങനല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തോട് അല്ലെ ഏറ്റവും സാമ്യമുള്ള ആളുകളെ കുറിച്ചൊക്കെ. അതിരിക്കട്ടെ, അലിയാർ തങ്ങൾ സ്വാഭാവികമായും മറ്റ് ഖലീഫമാരുടെ അത്ര നീളല്ലാത്ത ആളായിരുന്നു. അലിയാർ തങ്ങളുടെ ചില പ്രത്യേകമായ തമാശകളൊക്കെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഇടയിൽ നടക്കുമ്പോൾ ഞങ്ങളിടയിൽ താങ്കളൊരു ചെറിയ പൊട്ട് മാത്രമെന്നൊക്കെ പറയുന്ന തമാശ അവർ പറയുമ്പോൾ, ഞാനില്ലെങ്കിൽ നിങ്ങൾ ലായായി പോകും എന്ന് രണ്ടാളിങ്ങനെ ചേർന്ന് നിന്നാൽ ലായാകും, ശൂന്യാവും എന്നൊക്കെ അലിയാർ തങ്ങൾ മറുപടി പറയണതൊക്കെ കേൾക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ആകാര സൗഷ്ഠവമുള്ള ആളായിരുന്നു. അപ്പൊ അലിയാർ റളിയല്ലാഹു അൻഹുവും റസൂൽ തങ്ങളും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സാമ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വന്നപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് റസൂലിന് കൊടുക്കണതിന് പകരം അലിയാർക്ക് കൊടുത്തു എന്ന് പറയുന്ന ടീമാണ് ഈ ഖുറാബിയാക്കൾ. അതാണ് പ്രശ്നം. തിരിച്ചറിഞ്ഞല്ലോ, ജിബ്രീൽ തങ്ങൾക്ക് കൺഫ്യൂഷനായി. അപ്പൊ ശരിക്കും നുബുവത്ത് കിട്ടേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കായിരുന്നു എന്ന് വാദിക്കുന്നവർ പോലും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നുബുവത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ ശേഷമുള്ള ഖിലാഫത്ത് എന്തായാലും അലിയാർ തങ്ങൾക്കാണ് എന്ന് എല്ലാ ഷിയാക്കളും പൊതു ഷിയാക്കളുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആരാണ്? അവർ കാഫിറുകളാണെന്ന് പറയുന്ന ഷിയാക്കളുണ്ട്. അവർ മുർത്തദ്ദുകളാണെന്ന് പറയുന്നവരുണ്ട്. അവർ ദീനിൽ ഇല്ലാത്തത് കയറ്റിക്കൂട്ടിയവരാണെന്ന് പറയുന്നവരുണ്ട്. അവരുടെ ഭരണത്തെ അംഗീകരിക്കില്ലെന്ന് തീരുമാനിച്ചവരാണ് പൊതുവെ ഷിയാക്കൾ. പൊതുവെ